നമസ്കാരം. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തിരിച്ചറിവിന്റെ പാതയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന രീതിയിൽ. എന്തായാലും ചെയ്തുപോയ അപരാധങ്ങൾക്ക്, അതായത് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ഖത്തറിന്റെ കാൽക്കൽ വീണിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഖത്തറിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ മാപ്പ് പറയൽ നടപടിയുമായാണ് നെതന്യാഹു എത്തിയിരിക്കുന്നത്. ഇനി മാപ്പ് പറയൽ ഒരു നാടകമാണോ, അതോ അതിനു പിന്നിൽ വേറെ വല്ല ചതിയും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യവും വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും ഈ മാപ്പ് പറച്ചിലിന് പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ഫോൺ കോൾ എത്തിയത് ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ നിന്നാണ്. ഖത്തർ പ്രധാനമന്ത്രിയോട് വൈറ്റ് ഹൗസിൽ നിന്ന് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെയാണ് നെതന്യാഹു മാപ്പ് പറഞ്ഞത്. അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിക്ക് നെതന്യാഹുവിന്റെ ഫോൺ കോൾ ലഭിച്ചത്. സെപ്റ്റംബർ 9 വൈകിട്ട് 3:30 ദോഹയിലെ നയതന്ത്ര മേഖലയായ ലക്താഫിയയിൽ ഇസ്രയേൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിനു നേർക്കാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രയേലിന്റെ വാദം. ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രസിഡന്റായി ഖത്തർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇസ്രയേൽ ആക്രമണത്തെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങൾ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് അവരെ ശിക്ഷിക്കണമെന്നുമാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ആവശ്യം. ലോകരാജ്യങ്ങൾ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. ഇസ്രയേൽ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അവരെ ശിക്ഷിക്കുന്നതിനുമുള്ള സമയം അതിക്രമിച്ചിരുന്നു എന്നും നമ്മുടെ സഹോദരങ്ങളായ പലസ്തീൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്നാൽ അതിനായി നടത്തുന്ന യുദ്ധം ഗുണം ചെയ്യില്ലെന്നുമാണ് ഇസ്രയേൽ മനസ്സിലാക്കണം എന്നാണ് അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കിയത്. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് ചോദിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിനാണ് നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞത്. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചുകൊണ്ടായിരുന്നു ഈ മാപ്പ് പറച്ചിലും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നേ ആയിരുന്നു നെതന്യാഹുവിന്റെ ഖേദ പ്രകടനവും. ട്രംപിന്റെ 21 വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാനാണ് നെതന്യാഹുവിന്റെ വൈറ്റ് ഹൗസ് സന്ദർശനം. ഖത്തറിലെ പോലീസുകാരന്റെ മരണത്തിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇസ്രയേൽ മാപ്പ് പറയണമെന്ന് ഖത്തർ നിബന്ധന വെച്ചിരുന്നു. വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമാണ് ഖത്തർ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച